അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാഗരത്തിൻ്റെ അംഗം 1 ഒരു പാർട്ട് ചെയ്തിരുന്നു. ഇത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതുകൂടെ ഉണ്ടെങ്കിൽ അംഗം 1 നമ്മുടെ കയ്യിൽ സ്മൂത്തായിട്ട് കയ്യിൽ വന്ന് നിൽക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞവണ്ണം പറഞ്ഞു നിർത്തിയത് രാമന് പട്ടാഭിഷേകം നടക്കാൻ പോകുന്ന ആ ഘട്ടത്തിൽ രാമൻ്റെ അമ്മയായ കൗസല്യയ്ക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും മറ്റുമാണ്. വസിഷ്ഠന് പറയുന്ന മറുപടിയാണ് നമ്മുടെ 1-ാം ഭാഗത്തുള്ളെങ്കിൽ, 2-ാം ഭാഗത്ത് അധികാരമേൽക്കാൻ പോകുന്ന രാമന് രാജാവ് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അത് വളരെ ശ്രദ്ധേയമായ ചില പോയിന്റുകൾ അതിനകത്തുണ്ട്. താൻ ഒരു ഭരണാധികാരിയാണെന്ന അഹംഭാവമാണ് പല അധികാര കേന്ദ്രങ്ങളെയും ദുഷിപ്പിക്കുന്നത്. ഈ അധികാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കൈവരുന്ന അധികാരം നമ്മെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ആ അധികാരം ഉപയോഗിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് അധികാരം ദുഷിക്കുന്നത്. അവിടെ ഒരു സ്വരച്ചേർച്ച ഉണ്ടാവണമെങ്കിൽ അധികാരം ഉപയോഗിക്കുകയാണെന്ന് അധികാരികൾ അധികാരം ഉപയോഗിക്കാതിരിക്കുന്നു. അധികാരം നിലവിലുണ്ട്, പക്ഷേ ആ അധികാരം നമ്മെ സ്പർശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ അധികാരമുള്ള നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്നേഹ സൗഹാർദ്ദങ്ങൾ ഒരുമിച്ച് പോകാനുള്ള സാധ്യതകളും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണാധികാരിയാണെന്നുള്ള അഹംഭാവമാണ് പല അധികാര കേന്ദ്രങ്ങളും ദുഷിപ്പിച്ചത്. അവിടെ പ്രജകൾ വെറും ഉപകരണങ്ങളായി മാറും, ഭരണാധികാരി ഏകാധിപതിയായി മാറുകയും ചെയ്യും. ഈ മുന്നറിയിപ്പാണ് രാജസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കാരണം ദശരഥന്റെ ജനപ്രിയതയ്ക്ക് കാരണം ഇത് തന്നെയാണ്. ദശരഥൻ സ്വീകരിച്ച് വന്നിട്ടുള്ള ഈ നിലപാട് തന്നെയാണ്. അപ്പം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, രാമൻ അധികാരമേൽക്കുന്ന വാർത്ത ലഭിച്ച തീരുമാനം എടുക്കുമ്പോൾ വസിഷ്ഠൻ പറഞ്ഞു രാമന് വരാൻ പോകുന്ന പരീക്ഷണം ഇതാണ്. കാരണം ജനഹൃദയങ്ങളിൽ മുന്നേ ഇടം നേടിയ രാജകുമാരനാണ്. അധികാരമേൽക്കുമ്പോൾ അതേ ജനപ്രിയത നിലനിർത്തുക എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. അതിനോട് ചേർത്ത് ദശരഥന്റെ ഉപദേശം വായിക്കാൻ നമുക്കത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. നാളെ പോയ നാളിൽ നീ യാവരാജ്യം കൈക്കൊള്ളുക, ഭരിക്കുന്ന സുഖം നിനക്കും ഭരിക്കപ്പെടാത്ത സുഖം ജനങ്ങൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഭണ്ഡാരങ്ങളും ആയുധപ്പുരകളും ഈടുവയ്പ്പുകളും ഇരട്ടിച്ച് ഈ ഭൂമിയെ പരിരക്ഷിക്കാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. ഒരു രാജ്യമാണ് കൈമാറുന്നത്. ആ രാജ്യം സുസമൃദ്ധിയിലായിരിക്കേണ്ടത് ആ രാജാവിൻ്റെ കടമയാണ്, ബാധ്യതയാണ്. ആ രാജാവിന് കൈയേൽപ്പിക്കുന്ന രാജ്യം ക്ഷയിച്ച രാജ്യമൊന്നുമല്ല. അപ്പോൾ അധികാരമേൽക്കുന്ന ആളുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് ഈ രാജ്യം സുസമൃദ്ധിയിൽ കഴിയേണ്ടത്, കൊണ്ടു നടക്കേണ്ടത്. അതിനെന്തൊക്കെയുണ്ട്? ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു ഭണ്ഡാരങ്ങളും ആയുധപ്പുരകളും ഈടുവയ്പ്പുകളും, അതെല്ലാം നീ ഇരട്ടിച്ച് ഈ ഭൂമിയെ സംരക്ഷിച്ചു കൊള്ളുക. പ്രജകൾ സദാ സന്തുഷ്ടരായിരിക്കണം, കാമക്രോധങ്ങൾ കൈവിട്ട് ജിതേന്ദ്രിയനായിരിക്കുക. ഇന്ദ്രിയ നിയന്ത്രണം വന്നവരായിരിക്കണം രാജാക്കന്മാർ. അതാണ് എടുത്തു പറയുന്നത്. അങ്ങനെയാണെങ്കിലോ സാമ്രാജ്യങ്ങൾ സ്വയം കീഴടങ്ങും. കാലചക്രം നിന്നെ പ്രകീർത്തിച്ചുകൊണ്ട് കറങ്ങട്ടെ. ഇപ്രകാരമാണ് ദശരഥനെ രാമൻ അനുഗ്രഹിച്ചത്. ദശരഥൻ പറഞ്ഞതിനകത്ത് 3 പോയിന്റുകൾ എടുത്തു പറയുന്നു. ഒരു ഭരണാധികാരിയാണെന്ന അഹംഭാവം പല അധികാര കേന്ദ്രങ്ങളും ദുഷിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രജകളെ ഉപകരണമാക്കി മാറ്റുന്നു. അതുകൊണ്ട് അധികാരം ഉപയോഗിക്കുന്നതും പ്രജകളുടെ ഇടയിൽ പ്രജകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കണം. അധികാരമുണ്ടെന്ന് തോന്നാതെ അധികാരത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. പിന്നീട് നിന്നെ നമ്മൾ ഭരമേൽപ്പിക്കുന്ന ഈ ഐശ്വര്യ സമൃദ്ധിയെ ഇരട്ടിക്കാനുള്ള ചുമതലയും നിനക്കുണ്ട്. അങ്ങനെയാകുമ്പോൾ മറ്റ് രാജ്യങ്ങളെല്ലാം നമുക്ക് സ്വയം കീഴടങ്ങുമെന്നും സൂചിപ്പിക്കും. വസിഷ്ഠൻ ഈ സമയത്ത് പറഞ്ഞു, കുമാരന് യശോമംഗളങ്ങൾ നേർന്ന വസിഷ്ഠൻ രാമനും ധർമ്മപത്നിയും അതായത് സീതയും വ്രതമനുഷ്ഠിച്ചെന്ന് ദർഭയിൽ ശയിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേന്നാണ് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു അപ്പം ഇതൊരു പാർട്ടാണ്. ഇനി ഇതിനകത്ത് വരാൻ പോകുന്നൊരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പട്ടാഭിഷേക തീരുമാനം എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ദശരഥൻ വലിയ ഉത്സാഹിയായി കാണപ്പെടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ദശരഥന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന ചില ചിന്തകൾ ദശരഥനെ. കാരണം ശുൽക്ക വ്യവസ്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹം അത് മറന്നിരിക്കാൻ വഴിയൊന്നുമില്ല. കൈകേയിക്ക് രാമനോടുള്ള ബന്ധം കൊണ്ട് അത് ഉന്നയിക്കില്ല എന്നുള്ള ധാരണയുടെ പുറത്ത് തന്നെയാവാം ധൈര്യം സംഭരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അത് ദശരഥന്റെ ഉത്കണ്ഠകളായി ആ ചിന്ത മാറിയിട്ടുണ്ട്. എന്താണ്? താൻ ജീവിതത്തിന്റെ സായം സദ്യയോടെ അടുത്തിരിക്കുന്നു. തളർന്ന ശരീരം ഇച്ഛാശക്തിയുടെ ആജ്ഞകൾ അനുസരിക്കാൻ മടിക്കുകയാണ്. തനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസങ്ങൾ. ശരീരം ഇച്ഛാശക്തിയുടെ ആജ്ഞകൾ അനുസരിക്കാൻ മടിക്കുന്നു. എങ്കിലും എന്നിലെ ഓജസ്സും തേജസ്സും ഉന്മേഷവും വീണ്ടെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. വീണ്ടും ഒന്ന് കാടിളക്കി വേട്ടയാടാൻ അയാൾക്ക് രാജാക്കന്മാരുടെ വിനോദങ്ങളിൽ പ്രധാനപ്പെട്ട നായാട്ടൊക്കെ തന്നെയാണല്ലോ. അപ്പം ഒന്ന് കാടിളക്കി വേട്ടയാടാൻ അയാൾ ആഗ്രഹിക്കുന്നു. കാട്ടാനകളുടെ ഘോഷങ്ങൾ മറന്ന് വ്യാഘ്രസുന്ദരികൾ കുതിച്ചെടുത്ത നിമിഷങ്ങളും മറന്നു. ഈ പടുകിഴവനോ വേട്ടക്കൊതിയിലെന്ന് അങ്ങ് ആശ്ചര്യപ്പെടുന്നുണ്ട്. വസിഷ്ഠനോടാ പറയുന്നുണ്ടാവും, നമ്മുടെ കയ്യിൽ നിന്ന് വില്ലെടുക്കാൻ. തീർച്ചയായിട്ടും ചോദിക്കാവുന്ന ചോദ്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് 2 രീതി ചോദിക്കാം. ദശരഥന്റെ ഉത്കണ്ഠകൾ ഏതെല്ലാം? രണ്ടാമത്തത് നമ്മുടെ കയ്യിൽ നിന്ന് വില്ലെടുക്കാൻ തീർച്ചയായും ചോദിക്കാവുന്നതാണ്.
അപ്പം തൻ്റെ ശരീരം ഇച്ഛാശക്തിയുടെ ആജ്ഞകൾ അനുസരിക്കാൻ മടിക്കുന്നു, എങ്കിൽ തന്നിലെ ഓജസ്സും തേജസ്സും ഉന്മേഷവും വീണ്ടെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. പണ്ടേ പോലെ കാടിളക്കി ഒന്ന് വേട്ടയാടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇത് ദശരഥന്റെ ഉത്കണ്ഠകളിൽ പെടുന്നു. അപ്പോൾ വസിഷ്ഠൻ പറയുന്നു, യൗവനത്തിന്റെ അനുഭൂതികൾ വാർദ്ധക്യം വീണ്ടും സ്വപ്നത്തിൽ ദർശിക്കുകയാവും. പണ്ട് ഓടി നടന്ന ജീവിച്ച കാല ആ രഥചക്രങ്ങൾ ഓടി നടന്ന ഒരു കാലമുണ്ടല്ലോ, ആ യൗവനകാലം, അതൊക്കെ വാർദ്ധക്യകാലത്ത് വീണ്ടും വരുന്നതാവാം. യൗവന ചിന്തകൾ കൊണ്ട് വാർദ്ധക്യത്തെ മറികടക്കുകയാണ് രാജാവ് എന്ന് പറഞ്ഞത് ഒരു സ്തുതിയായി കണ്ടാൽ, വസിഷ്ഠന്റെ ആ നിലപാട് ഒരു സ്തുതിയായി നമുക്ക് എടുക്കാവുന്നതാണ്. അതൊരു ചർച്ചയ്ക്ക് വിഷയമാകുകയും ചെയ്യും. എന്താണ്? ആയുർഗണിതത്തിലെ വെറും അർത്ഥശൂന്യമായ വാക്കുകളാണ് യൗവനവും വാർദ്ധക്യം. കണ്ട, അതൊരു നല്ല പ്രയോഗമാണ്, നല്ലൊരു ചിന്തയാണ്. നമ്മളിപ്പം 70 വയസ്സായ ഒരാൾ 18കാരനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് പലരും. 70 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ, പിന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പോഴും അവരിൽ തുടിച്ചു നിൽക്കുന്ന യൗവനമൊക്കെ കാണാൻ നല്ല ചെറുപ്പക്കാരനെ പോലെ ഓടിച്ചാടി നടക്കുന്നു. അതേ സ്ഥാനത്ത് 18, 24 വയസ്സൊക്കെ ആയിട്ടുള്ള അവരുടെ 70കാരനെ പോലെ ജീവിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടോ അവിടെ? അപ്പം അതിനർത്ഥം കണക്ക് ശാസ്ത്രത്തിലെ ചില സംഖ്യകളാണ്. വയസ്സ് 70 അവന് 18 എന്ന് പറയുന്ന ഒരു സംഖ്യയായിട്ട് കണക്കാക്കാൻ പറ്റൂ. പ്രായം നിശ്ചയിക്കുന്നത് പ്രവർത്തന അടിസ്ഥാനത്തിലാണ്. അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. എന്താണ് ഞാൻ പറയുന്നത്? പറയാം. ആയുർഗണിതത്തിലെ വെറും അർത്ഥശൂന്യമായ വാക്കുകളാണ് യൗവനവും വാർദ്ധക്യവും. ഇതാണ് ദശരഥന്റെ നിലപാട്. ഇളവയിൽ ഉടുത്ത് കാട്ടിലെ ഇലഞ്ഞികൾ കാർക്കൂന്തൽ അഴിച്ചിട്ട് മയങ്ങുമ്പോൾ, കാർക്കൂന്തൽ നമ്മൾ നേരത്തെ കാർമയങ്ങുമ്പോൾ പഠിച്ചിട്ടുള്ളവരാണ്. അതുവഴി ചാടുന്ന ചമരിമാൻ കൂട്ടങ്ങൾക്ക് പിന്നാലെ പായാൻ ഇനിയും തനിക്കാവും. കുംഭീരവം കേട്ട് ഞാൻ ഇനിയും കടിഞ്ഞാൻ പിടിക്കും. കണ്ടോ? അപ്പോൾ കൂന്തൽ, മുടി, കേശം എന്നുള്ള മീനിങ് ഓർമ്മിക്കണം. കുംഭിയുടെ ഭാഗത്ത് ആന, ഗജം, കരി ഒക്കെ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ദശരഥന്റെ ഉത്കണ്ഠകൾ എന്തെല്ലാമാണ്. രണ്ടാമത് പറഞ്ഞ യൗവനവും വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ദശരഥ നിലപാടുകൾ എന്താണ്. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞത് അങ്ങയുടെ പിന്നെ വാർദ്ധക്യത്തെ എന്താ യൗവന ചിന്തകൾ കൊണ്ട് വാർദ്ധക്യത്തെ മറികടക്കുകയാണ് എന്ന് വസിഷ്ഠൻ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കൂട്ടത്തിൽ എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ് അദ്ദേഹത്തെ വേട്ടയാടുന്ന വിഷയം എന്നറിയാമോ? ഒരു ശാപം ദശരഥനെ വേട്ടയാടുന്നു. ദശരഥൻ ഒരിക്കൽ നായാട്ടിന് പോയ സമയത്ത്, പിന്നെ നായാട്ടിന് പോയ സമയത്ത് അരുവിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന സ്വരം കേട്ട് മൃഗമെന്ന് തെറ്റിദ്ധരിച്ച് അസ്ത്രം അയച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു മുനികുമാരൻ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വേദനയോടെ അയാളുടെ ആരോഗ്യം ഉണ്ടെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ മുനികുമാരൻ്റെ മാതാപിതാക്കൾ അന്ധരാണെന്ന് കാണുന്നു. വ്യസനം തോന്നിയ അദ്ദേഹം അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് തൻ്റെ മകനെ കാണണമെന്ന് പറഞ്ഞു. അവർ മകനെ കൊണ്ടടുത്തേക്ക് രാജാവ് എത്തിച്ചു. പറഞ്ഞ പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ചിത കൊളുത്തിയപ്പോൾ ആ അന്ധമാതാപിതാക്കൾ നീയും ഇതുപോലെ പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് ശപിച്ചിട്ടാണ് ആ ചിതയിൽ ചാടി മരിച്ചത്. ഹൃദയഭേദകമായ ദൃശ്യം. അന്ധമാതാപിതാക്കളുടെ ഒരു ആശ്രയമാണ്, ഹസ്താവലംബമായിരുന്ന കുട്ടി. ആ കുട്ടിയുടെ മരണം അവർക്ക് ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സമാണ്. അതാരാണോ അതിന് കാരണക്കാരായവരെ ശപിച്ചുകൊണ്ട് അഗ്നി. അപ്പം ആ ശാപം നിലനിൽക്കുന്നു. എന്താണ് ആ ശാപം? അപ്പം നീയും പുത്രദുഃഖത്താൽ മരിക്കട്ടെ. അപ്പം മുനികുമാരനെന്ന് അറിയാതെയാണ് താൻ അന്ന് അമ്പയച്ചത്. കാലമെടുത്തു കുമാരന് മരണമുണ്ടായിരിക്കുന്നു. അതിന് ശൂദ്രമുനിയുടെ ശാപമുണ്ടായി. ആ ശാപം ഇന്ന് കാലഹരണപ്പെട്ടിരിക്കുന്നു. നാം അത് മറന്നു കഴിഞ്ഞു. അതിന് ഒരു ന്യായം കൂടെ പറയാണ്, കേട്ടോ. ബാല്യത്തിൻ്റെ പടവുകളിൽ നാം എത്ര തവണ കാൽ തെറ്റി വീണിരിക്കാം. കണ്ടോ? അതൊക്കെ ആരാണെന്ന് ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാനാണ് ദശരഥൻ ശ്രമിച്ചത്. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പലരും അറിഞ്ഞോ അറിയാതെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നവരെ, ഓന്തിനെ കണ്ട ഓടിച്ചെറിയുന്ന പോലുള്ള എല്ലാവരുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കുട്ടിക്കാല ക്രൂരതകൾ കാണും. ബാലലീലകൾ തന്നെയാണ്. പക്ഷെ അത് നമ്മെ വേട്ടയാടുമെന്ന് ഭയപ്പെടും. ഇവിടെ ശാപമായതുകൊണ്ട് അത് വേട്ടയാടുമെന്ന് ഭയപ്പെടാം. പക്ഷെ അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം, പിന്നെ ബാല്യത്തിൻ്റെ പടവുകളിൽ നാം എത്ര തവണ കാൽ തെറ്റി വീണിരിക്കാം, അതൊക്കെ ആരാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ആ ശാപം തന്നെ പിന്തുടരുന്നില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പിന്നെ ദശരഥനെ തുടർന്ന് തന്നെയുണ്ട് ദുശകനങ്ങൾ കണ്ടു തുടങ്ങുന്നു. രാമാഭിഷേകങ്ങൾ ഒരുക്കങ്ങൾ തകൃതയെ നടക്കുന്നതിനിടെ അശുഭങ്ങളും ഘോരങ്ങളും താൻ സ്വപ്നത്തിൽ ദർശിക്കുന്ന ദശരഥൻ വ്യാകുലപ്പെടുന്നു. ശുഭമായി നടക്കേണ്ട ചടങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിൽ അശുഭ സൂചനകൾ കൂടി കടന്നു. എങ്ങനെയാണ് പറയുന്നത്? ആകാശത്തിൽ ഇടിവാളും കൊള്ളിമീനും ചുറ്റിപ്പിണഞ്ഞ് വീഴുന്നു ആകാശങ്ങളിൽ. ജന്മഗൃഹത്തെ ക്രൂരഗൃഹങ്ങൾ താണ്ടിയവോ എന്ന് സംശയം. ഒരു പാപം ഒന്ന് സ്പർശിച്ചതുപോലെ സംശയം. നിമിത്തങ്ങളൊന്നും ശുഭമായി തോന്നുന്നില്ല. വലിയ ഐശ്വര്യസമ്പൂർണമായ ഒരു പിന്നെ ചടങ്ങ് നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നിടത്താണ് ഈ അശുഭചിന്തകൾ. ചെങ്കോലാണ്ട രാമനെ ഒരു നോക്ക് കാണും. രാജാവിൻ്റെ ഒറ്റ ആഗ്രഹം, ഒരു തടസ്സങ്ങളും വരാതെ
ഈ ചടങ്ങ് ഭംഗിയായി നിർവഹിക്കപ്പെടണം. അനുജന്മാരാൽ സേവിതനായി കുമാരൻ സിംഹാസനം അലങ്കരിക്കുന്നത് കാണണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് മക്കൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാകാതെ വിരോധമില്ലാതെ ഭംഗിയായി ആ ചടങ്ങ് നിർവഹിക്കപ്പെടണം. അങ്ങനെ സംഭവിക്കുമെങ്കിൽ നാം വാനപ്രസ്ഥമോ മരണമോ വരിച്ചുകൊള്ളാമെന്ന് പറയുന്നിടത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ശുഭകാര്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾ അശുഭചിന്തകൾ തീർച്ചയായും ഉണ്ടാവും. എല്ലാത്തിനും ശുഭാശുഭങ്ങൾ ചിന്തിക്കാതെ തരമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നു. ഇത് ദശരഥൻ്റെ ചിന്തകളുടെ ഭാഗത്ത് ചേർന്ന് ഇത് ദശരഥൻ്റെ ഫ്രെയിമാണ് ഈ ഭാഗത്ത് മുഴുവൻ വന്നിരിക്കുന്നത്. പിന്നീട് സീതയെ വിവരം അറിയിച്ചോ, അമ്മയെ ധ്യാനിച്ചുകൊണ്ടെല്ലാം തുടങ്ങിക്കോളൂ എന്നൊക്കെ രാമനോടും ഭരതൻ സാധുവൃത്തൻ, ധർമ്മിഷ്ഠൻ, നമുക്ക് പ്രിയങ്കരൻ എന്നുകൂടി ചേർത്ത് പറഞ്ഞു. ഭരതൻ എന്ന് ഈ അന്തഃപുരത്തിൽ നിന്ന് പോയോ, അന്ന് നിനക്ക് അഭിഷേക കാലമായി എന്നുമൊക്കെ ദശരഥൻ പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും മനുഷ്യരുടെ മനസ്സ് സ്ഥിരമല്ലല്ലോ എന്നൊക്കെയുള്ള ദശരഥൻ്റെ പുലമ്പൽ ദശരഥനെ ചില അസ്വസ്ഥതകൾ ബാധിച്ചു എന്ന സൂചനയാണ്. ഏതൊരു ശുഭകാര്യങ്ങളിലേക്ക് സദയോടെ സഞ്ചരിക്കുമ്പോൾ പോലും അശുഭകാര്യങ്ങൾ സംഭവിക്കുന്ന ഭയം മനുഷ്യന് സർവ്വസാധാരണമാണ്. ദശരഥൻ ആ ചിന്തയിൽ നിൽക്കുന്നിടത്താണ് അംഗം 1 അവസാനിക്കുന്നത്. ഇപ്പം അംഗം 1 ഈ ഭാഗം കൂടി ചേർത്ത് പഠിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും ഒന്നും ഭയപ്പെടാനില്ല. പിന്നെ ഉണ്ട്. ഇപ്പം ഇനി അപ്പം ഇതോടുകൂടി നമ്മൾ സാകേത അംഗം 1 തീർന്നു, അംഗം 2 തീർന്നിരിക്കുകയാണ്. ഇത് 2 ഭംഗിയായിട്ട് ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഫലം ലഭിക്കുമെന്ന് കരുതുന്നു. അക്ഷരം മലയാളമാണ്, തങ്കശ്ശേരിയിലാണ്, 38 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഗൈഡുകൾ, നിങ്ങൾക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഗൈഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് അതൊക്കെ വാങ്ങിയും അതൊക്കെ എച്ചാൻസിൻ്റെ എല്ലാ ശാഖകളിലും ലഭിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് തപാലിൽ അയച്ചു തരാൻ ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. തുടർന്ന് വീണ്ടും വരുന്നതാണ്. ഓക്കെ.